മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. അരിക്കൊമ്പനെ പിടികൂടാത്തതിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തം. സിംഗുകണ്ടത്ത് രാപ്പകൽ സമരം ആരംഭിച്ചു. അരിക്കൊമ്പനെ പിടിക്കും വരെ സമരം തുടരുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് പൂപ്പാറയിൽ ധർണ. അതേസമയം സിംഗുകണ്ടത്ത് വീണ്ടും കാട്ടാന ആക്രമണം. ഏലത്തോട്ടം കാട്ടാന നശിപ്പിച്ചു. ബൈക്ക് യാത്രക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായി. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അരിക്കൊമ്പനെ പിടികൂടാത്തതിനെതിരെ ഇടുക്കി ജില്ലയിൽ പ്രതിഷേധം തുടരുകയാണ്. സിംഗുകണ്ടത്ത് രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നു. അരിക്കൊമ്പനെ പിടികൂടും വരെ സമരം തുടരുമെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് പൂപ്പാറയിൽ ധർണയും സംഘടിപ്പിക്കുവാനാണ് തീരുമാനം. സിംഗുകണ്ടത്ത് വീണ്ടും കാട്ടാന ആക്രമണം നടത്തിയിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് ആക്രമണമുണ്ടായത്. ഏലത്തോട്ടം കാട്ടാന നശിപ്പിച്ചു. ബൈക്ക് യാത്രക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായിട്ടുണ്ട്. 2 പേർക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അരിക്കൊമ്പനെ പിടികൂടാത്തതിൽ ഇടുക്കി ജില്ലയിലെ 10 പഞ്ചായത്തുകളിൽ ഹർത്താൽ ആചരിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഭയപ്പാടിലാണ് തങ്ങൾ ജീവിക്കുന്നത് എന്നതടക്കമുള്ള ആവശ്യം, അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ലഭ്യമായിരുന്നത്. ഇപ്പോൾ ആന്റണി ഇടുക്കിയിൽ നിന്ന് ചേരുമ്പോൾ, ആന്റണി, പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ ഹർത്താൽ ആചരിച്ചിരുന്നു. ഈ അരിക്കൊമ്പനെ പിടികൂടാത്തതിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഹർത്താൽ ആചരിക്കുന്നു. ഇന്നും സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗീസ്, ഇന്നും ശക്തമായ തന്നെ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ തീരുമാനം. അതിന്റെ ഭാഗമായി ഇനിയിപ്പോൾ അരിക്കൊമ്പനെ പിടിക്കും വരെ രാപ്പകൽ സമരം തുടങ്ങാനാണ് തീരുമാനം. സിംഗുകണ്ടത്ത് അതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ രാപ്പകൽ സമരം ആരംഭിക്കും. അരിക്കൊമ്പനെ പിടികൂടുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് നിലവിലെ തീരുമാനം. അതേസമയം ഇന്നലെയും കാട്ടാന ആക്രമണം ഈ മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. ചിന്നക്കനാലിലെ സിംഗുകണ്ടം മേഖലയിൽ ഇന്നലെയും ആക്രമണം ഉണ്ടായി. 2 പേർ, ഇന്നലെ രാത്രിയാണ് ആദ്യ ആക്രമണം. ബൈക്കിൽ പോയ 2 പേർക്ക് നേരെയായിരുന്നു ആദ്യം കാട്ടാനയുടെ ആക്രമണം. കാട്ടാനയെ കണ്ടിവർ ഓടി രക്ഷപ്പെട്ടു. ഇവർക്ക് 2 പേർക്കും നേരിയ പരിക്ക് ഏറ്റിട്ടുണ്ട്. അതിനുശേഷം സിംഗുകണ്ടത്ത് ഏതാണ്ട് 1 ഏക്കറോളം കൃഷിഭൂമിയും ഈ ഏലകൃഷി നടത്തുന്ന 1 ഏക്കറോളം അതും നശിപ്പിച്ചിട്ടുണ്ട് കാട്ടാന. അത് ചക്കക്കൊമ്പനാണ് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ ആനയുടെ ഒരു വലിയ രീതിയിലുള്ള ഭയത്തിൽ കഴിയേണ്ട സ്ഥിതിയിൽ തന്നെയാണ് നിലവിൽ ചിന്നക്കനാൽ സിംഗുകണ്ടം മേഖലയിൽ ഉള്ളവർ. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ രാപ്പകൽ സമരം തുടരുന്നു. അതുപോലെ തന്നെ പൂപ്പാറയിൽ ഇന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ധർണയും വൈകിട്ട് 3 മണിക്ക് നടക്കുന്നുണ്ട്. അത്തരത്തിൽ സമരം കൂടുതൽ കടുപ്പിക്കുകയാണ്. അതേസമയം വിദഗ്ധ സമിതി, ഈ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആനയെ പിടികൂടേണ്ടതില്ല, മറിച്ച് പിടികൂടിയ ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് വിടാം എന്നുള്ള ഒരു തീരുമാനം വിദഗ്ധ സമിതിയിൽ തീരുമാനമല്ല, അതൊരു ഒരു അഭിപ്രായമായി വിദഗ്ധ സമിതിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ അരിക്കൊമ്പൻ വിഷയത്തിൽ ഇടുക്കിയിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് അവിടെ നാട്ടുകാരുടെ ഉൾപ്പെടെ തീരുമാനം. അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ ആദ്യത്തെ രാപ്പകൽ സമരം സിംഗുകണ്ടത്ത് ആരംഭിക്കുന്നു. അതുപോലെ തന്നെ പൂപ്പാറയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ധർണയും ഉണ്ടായിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണം ഈ 2 മേഖലകളിൽ സിംഗുകണ്ടത്തും അതുപോലെ സിംഗുകണ്ടത്തെ 2 ഇടങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടി. വ്യക്തമാണ്. കാട്ടാനാക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ നിവാസികൾ. അരിക്കൊമ്പനെ പിടികൂടാത്തതിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ സിംഗുകണ്ടത്ത് രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. കൊമ്പനെ പിടികൂടും വരെ സമരം തുടരുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇന്നലെ രാത്രിയോടെ സിംഗുകണ്ടത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ഏലത്തോട്ടം കാട്ടാന നശിപ്പിച്ചു. ഒപ്പം തന്നെ ബൈക്ക് യാത്രക്കാർക്ക് നേരെയും ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആന്റണി ജോർജാണ് വിശദാംശങ്ങൾ ഇടുക്കിയിൽ നിന്നും പങ്കുവച്ചത്.